ഹായ് ട്രേഡേഴ്സ്, എല്ലാവർക്കും ഫ്യൂച്ചർ ട്രേഡിംഗ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത് സ്പോട്ട് ഗാമ ലെവൽസ് എങ്ങനെ ട്രേഡിംഗ് വ്യൂയിലേക്ക് ആക്സസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതേപോലെ തന്നെ നിങ്ങൾ മസ്റ്റായിട്ടും ഒരു ട്രേഡറെ സംബന്ധിച്ച് പ്രത്യേകിച്ച് NQ ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ES ചെയ്യുന്ന ആൾക്കാർ, S&P ഫണ്ട് ചെയ്യുന്ന ആൾക്കാർ, ഡൗ ജോൺസ് ചെയ്യുന്ന ആൾക്കാർ മസ്റ്റായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു സബ്ജക്റ്റ് ആണ് ജെക്സ് ലെവൽസ് എന്താണെന്നുള്ളതും വാന ലെവൽസ് എന്താണെന്നുള്ളതും എന്താണ് സീറോ ഗാമ എന്നുള്ളതും. അത്തരം കാര്യങ്ങൾ നിങ്ങൾ ഡീപ്പായിട്ട് പഠിക്കുന്നത് നിങ്ങളുടെ ട്രേഡിംഗിൽ നല്ല രീതിയിലുള്ള ഒരു സക്സസ് റേഷ്യോ കിട്ടാനുള്ള ഒരു സാധ്യത ഉള്ള ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ കണ്ടൻസ് ഒന്നില്ലെങ്കിൽ പുറത്തുള്ള നല്ല കണ്ടൻസ് ഒന്നില്ലെങ്കിൽ സെർച്ച് നിങ്ങൾ കണ്ട് പഠിക്കുക. ആ ലെവൽസിനെ എങ്ങനെ നിങ്ങളുടെ ട്രേഡിംഗിലേക്ക് അല്ലെങ്കിൽ ട്രേഡിംഗ് ലെവൽസിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സെയിം സ്ട്രാറ്റജിയിലേക്ക് എങ്ങനെ ആക്സസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ ട്രൈ ചെയ്യുന്നത് നിങ്ങൾക്ക് ട്രേഡിംഗിൽ നല്ല സക്സസ് ആവാൻ ചാൻസ് കൂട്ടുന്ന ഒന്നാണ്. അതേപോലെ ഞാൻ കഴിഞ്ഞ ഒരു വർഷം മുമ്പേ തന്നെ ചെയ്തേക്കുന്ന ഒന്നാണ് ഈ ഗാമ ലെവൽസ് വെച്ചിട്ട് ഗോൾഡിൽ ട്രേഡ് ചെയ്യുന്ന ഒരു ഇതാണ്. ബാർ ചാർട്ടിൽ നിന്നാണ് എടുത്തിരുന്നത്. ഇതിന്റെ ആക്സസ് കിട്ടാൻ കുറച്ച് കോസ്റ്റ്ലി ആണ്. നമ്മളിതൊരു ഡിലേ ഡാറ്റ വെച്ചിട്ടാണ് ഇനി ഞാൻ അത് ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം, ഒരു 1 ഇയർ മുന്നേ ആണ് ഞാൻ ഈ ഒരു ലൈവ് സെഷൻ യൂട്യൂബിൽ ചെയ്ത ആ ഒരു സമയത്താണ് 1 ഇയർ ആയിട്ടുണ്ട്. അത് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളാണ് നമുക്ക് ഫാബിയോ പോലുള്ള ആൾക്കാർ, അഥവാ ഡീപ് ചാർട്ട് പോലുള്ള ആൾക്കാർ ഈ ഗാമ എക്സ്പോഷറിനെ കുറിച്ചും അത് എങ്ങനെ എങ്ങനെ ട്രേഡിലേക്ക് ആക്സസ് ചെയ്യണം എന്നുള്ള വീഡിയോസ് ഒക്കെ വന്നതോടുകൂടി ഭയങ്കരമായിട്ടുള്ള ഒരു എൻക്വയറീസ് ആണ് എല്ലാ സ്ഥലത്തും നിന്ന് നടന്നത്. അതുപോലെ നമ്മൾ സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ എല്ലാ വീഡിയോസും ഈ ജെക്സ് ലെവൽസിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത് ഞാനൊക്കെ ഒരു 1 ഇയർ മുമ്പേ തന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷെ നമ്മളൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോൾ നല്ല കോസ്റ്റ്ലി ആയിരുന്നു ആ ഒരു ഡാറ്റ കിട്ടാനായിട്ട്. ഇപ്പോഴും അത് ഡാറ്റ കിട്ടാൻ നമുക്ക് കോസ്റ്റ്ലി തന്നെയാണ്. നമുക്ക് നമ്മുടെ സ്റ്റുഡൻസിനും അതേപോലെ നമ്മുടെ ഫോളോവേഴ്സിനും നമുക്ക് ഇപ്പം നിലവിൽ കുറച്ച് പേർക്ക് നമുക്കിത് ഫ്രീ ആക്സസ് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതേപോലെ ഈ പറയുന്ന സ്പോട്ട് ഗാമയിലെ ഏകദേശം $299 വരുന്ന ഈ ഒരു പ്ലാനാണ് നമ്മൾ ഫ്രീ ആക്സസ് കൊടുക്കുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്. അതേപോലെ നിങ്ങൾ ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് മസ്റ്റായിട്ട് നിങ്ങൾ പഠിക്കുക. ഇത് പഠിച്ചിട്ട് എങ്ങനെ നിങ്ങളുടെ ട്രേഡിംഗ് നിങ്ങളുടെ സ്റ്റൈലിൽ മാറ്റേണ്ടെന്ന് ഒരു ആവശ്യമില്ല. എവിടെയാണ് ഏറ്റവും കൂടുതൽ ഡീലേഴ്സ് പൊസിഷൻ എടുക്കുന്നത് അഥവാ ബിഗ് പ്ലേയേഴ്സ് എവിടെയാണ്, ബ്ലാക്ക് റോക്ക് പോലുള്ള ആൾക്കാർ എവിടെയാണ് പൊസിഷൻ എടുക്കുന്നത്, ഇവരൊക്കെ ട്രേഡ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊരു ഒറ്റ സ്ട്രൈക്കിൽ അല്ലെങ്കിൽ ഒരു ബൈയിങ് പൊസിഷൻ ഫ്യൂച്ചേഴ്സിൽ എടുക്കുകയാണെങ്കിൽ ഭയങ്കര ലോഡ് സൈസ് ആയിട്ട് ആ ലോഡ് സൈസിനൊപ്പം തന്നെ അവർ ഓപ്പോസിറ്റ് ഹെഡ്ജ് ചെയ്യും. നമ്മളെ പോലുള്ള റീറ്റെയിലേഴ്സ് മാത്രമാണ് ബ്ലൈൻഡിൽ സിംഗിൾ പൊസിഷൻസ് എടുക്കും. ഇവർ ഓപ്ഷൻസിൽ ഹെഡ്ജ് ചെയ്യും. ആ ഹെഡ്ജ് ചെയ്യുന്ന ലെവൽസ് നല്ല രീതിയിൽ റെസിസ്റ്റൻസും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് റിഫ്ലക്ട് ചെയ്യാറുണ്ട്. ആ ലെവൽസ് ആണ് നമ്മൾ ഇതിനകത്തേക്ക് ഉപയോഗിക്കുന്നത്. നമ്മൾ ഇതൊരു ഡാറ്റ വെച്ചിട്ടുള്ള ഒരു സെറ്റപ്പാണ്. അല്ലാതെ നമ്മൾ ബ്ലൈൻഡിൽ മാർക്കറ്റ് അങ്ങോട്ട് പോകും അല്ലെങ്കിൽ NFP വരുമ്പോൾ ചാടിക്കയറി അങ്ങനെ ചെയ്തോ ബൈ ചെയ്തോ അങ്ങനെയല്ല. ഇത് ഡാറ്റയാണ് ഇതിന്റെ എല്ലാത്തിന്റെ ഒരു ബേസിക്. ആ ഡാറ്റ വെച്ചിട്ട് അതിനെ നമുക്ക് ഇപ്പോൾ ബുക്ക് മാപ്പോ അല്ലെങ്കിൽ ഓർഡർ ഫ്ലോയോ അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചേക്കുന്ന എന്ത് സ്ട്രാറ്റജി ആയിക്കോട്ടെ പയ്യ നിങ്ങൾ എന്തെങ്കിലും ലെവൽസ് ഈ പറയുന്ന ലെവൽസ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. പ്രത്യേകിച്ച് എനിക്കും ES ആണ് നല്ല രീതിയിൽ റിസൾട്ട് വരുന്നത്. ഗോൾഡ് ഉണ്ട് നമുക്ക് അവൈലബിൾ ആണ്. പക്ഷെ ഗോൾഡിന്റെ ലെവൽസ് കൺവേർട്ട് ചെയ്യാൻ ഇതൊരു ETF നടക്കുന്ന അല്ലെങ്കിൽ ഒരു ഇൻഡെക്സിന്റെ ബേസിൽ നടക്കുന്ന ഒരു കുറച്ച് പ്രവർത്തികളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രൈസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ETF ഒക്കെ ആയതുകൊണ്ട് ഗോൾഡിന്റെ പ്രൈസ് കൺവേർട്ട് ചെയ്യാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടുകൾ. ഗോൾഡിന്റെ അതത്ര ആക്സസ് നമുക്ക് കിട്ടുന്നില്ല അല്ലെങ്കിൽ ആക്യുറസി കിട്ടുന്നില്ല. പക്ഷെ NQ ആയിക്കോട്ടെ ES ആയിക്കോട്ടെ നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മസ്റ്റ് ആയിട്ടും നിങ്ങൾ പഠിച്ചിരിക്കണം. അതേപോലെ തന്നെ ഇപ്പോൾ സ്പോട്ട് ഗാമയുടെ ഇമ്പോർട്ടൻസ് നമുക്ക് ഇവിടെ ഞാൻ എപ്പോഴും പറഞ്ഞു, നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാനായിട്ട് ഇപ്പോൾ നമ്മുടെ സബ്സ്ക്രിപ്ഷൻ കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോകുക, ഫൗണ്ടേഷനോട്ടിൽ പോകുമ്പോൾ തന്നെ നമുക്ക് അവർ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എന്തെല്ലാമാണ് കഴിഞ്ഞ തലേ ദിവസം മാർക്കറ്റിൽ നടന്നത്. അതേപോലെ തന്നെ മോർണിംഗിൽ ഇന്ത്യൻ സമയം നമുക്ക് ന്യൂയോർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിനൊക്കെ മുമ്പ് അവരുടെ മോർണിംഗ് ടൈമിൽ തന്നെ അവർ എങ്ങനെയാണ് ട്രേഡ് സെറ്റപ്പ് പ്ലാൻ ചെയ്യേണ്ടതെന്നുള്ള കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നല്ല രീതിയിൽ അവർ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ഉപയോഗിക്കുക. അതേപോലെ ഹൈറോ എന്ന് പറയുന്ന ഒരു ഇതുണ്ട്, അതും നിങ്ങൾ നല്ല രീതിയിൽ ഉപയോഗിക്കുക. ഇനി നമുക്ക് എങ്ങനെ ഈ ലെവൽസ് നമുക്ക് എങ്ങനെ ട്രേഡിംഗ് വ്യൂയിലേക്ക് ആക്സസ് ചെയ്യാം എന്നുള്ളതാണ്. ട്രേഡിംഗ് വ്യൂയിലേക്ക് നമുക്ക് സ്പോട്ട് ഗാമയുടെ ഇൻഡിക്കേറ്റർ നമുക്ക് ഓൾറെഡി കിട്ടാൻ ചാൻസ് കുറവാണ്. നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ അത് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കില്ല. ഞാൻ അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആ ലിങ്ക് കാര്യങ്ങൾ ഞാൻ ആഡ് ചെയ്തേക്കാം. അത് ആഡ് ചെയ്തിട്ട് നമുക്ക് ഇൻഡിക്കേറ്റർ നോർമലി ആഡ് ചെയ്യുന്ന പോലെ തന്നെ നോർമലി എല്ലാവർക്കും ഇൻഡിക്കേറ്റർ ഒക്കെ ആഡ് ചെയ്യാൻ അറിയിക്കും. ആ ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യുന്ന പോലെ ആഡ് ചെയ്താൽ നമുക്ക് ഈ പറയുന്ന സ്പോട്ട് ഗാമ ലെവൽസ് കിട്ടും. അതേപോലെ തന്നെ ഇവിടെ ഇൻഡിക്കേറ്റേഴ്സ് നിങ്ങൾ ജെക്സ് ലെവൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് ലെവൽസ് സെർച്ച് ചെയ്ത ഇൻഡിക്കേറ്റേഴ്സും ലെവൽസ് കാര്യങ്ങൾ കിട്ടും. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഡാറ്റ കുറച്ച് കോസ്റ്റ്ലി ആയതുകൊണ്ട് തന്നെ ലൈവ് അപ്ഡേഷൻസ് കൊടുക്കുന്ന ആൾക്കാർ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് ആ ജെക്സ് ലെവൽസ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുന്ന ലെവൽസ് ഒക്കെ കാണാനായിട്ട് പറ്റും, പക്ഷെ അതൊന്നും അപ്ഡേറ്റഡ് ആയിരിക്കില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ട്രാപ്പിലാവാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് സെർച്ച് ചെയ്യുമ്പോൾ ഇൻഡിക്കേറ്റർ ജെക്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്, അത് ട്രാപ്പിലാവാൻ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾക്ക് സ്പോട്ട് ഗാമയുടെ ലെവൽസ് കിട്ടുന്നതായിട്ട് നമുക്കൊരു ഇൻഡിക്കേറ്റർ ഉണ്ട്. ഇവരെ ഡയറക്റ്റ് നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ കിട്ടുന്ന ഒരു ഇൻഡിക്കേറ്റർ അല്ല, അല്ലാണ്ട് അവരുടെ സൈറ്റിൽ നിന്ന് കിട്ടുന്ന ഒരു ഇൻഡിക്കേറ്റർ, അത് നമ്മൾ ഓൾറെഡി ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം.
അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മുടെ സൈറ്റിൽ പോയിട്ട് ഇവിടെ SPX ആണ് വേണ്ടെങ്കിൽ SPX എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളത്. ഇവിടെ നമുക്ക് കോപ്പി എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. ആ ഓപ്ഷൻ എടുക്കാം. നമ്മളിവിടെ ഇതിപ്പോൾ ഓൾറെഡി കഴിഞ്ഞ ദിവസം നടന്നേക്കുന്ന ലെവൽസ് ആണ്. ഞാൻ ഇന്നത്തെ ലെവൽ ആഡ് ചെയ്യുന്നേക്കാൾ മുമ്പ് തന്നെ കഴിഞ്ഞ ദിവസം മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് തന്നെ QQQ അഥവാ NQ എടുക്കുമ്പോൾ നമ്മൾ QQQ എന്നുള്ള ഓപ്ഷൻ ആണ് എടുക്കേണ്ടത്. ഇവിടെ നോക്കിയാൽ മാർക്കറ്റ് ഓപ്പൺ L2 മുകളിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. ഇവിടെ ചെറിയൊരു സപ്പോർട്ട് എടുത്ത് ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഇതിലായിരുന്നു. നിങ്ങളത് SPY നോക്കുമ്പോൾ കുറച്ചും കൂടി നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ളത് തോന്നുന്നു. എനിക്ക് NQ കൂടുതൽ SPY യിലാണ് നമുക്ക് ഓപ്ഷൻസും മറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. SPY ആണ് എനിക്ക് അഥവാ ES S&P 500 ലെവൽസ് ആണ് കുറച്ചും കൂടി ആക്യുറസി കൂടുതലായിട്ട് ഉള്ളതായിട്ട് കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത്. എനിക്കിന്റെ ഒരു പ്രശ്നം വെച്ചാൽ ഭയങ്കര വോളാറ്റിലിറ്റി ആയിരിക്കും. നമുക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് കൃത്യമായിട്ട് തന്നെ ഇവർ L3 ലെവലിലേക്ക് തന്നെ മാർക്കറ്റ് വന്നു സപ്പോർട്ട് എടുത്തിട്ടാണ് മാർക്കറ്റ് ഇവിടേക്ക് വന്നത്. അപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ ഇതിനൊരു സീറോ ഗാമ ലെവൽസ് ഒക്കെ കൂടി ആഡ് ചെയ്യാനുണ്ട്. പക്ഷെ എന്നാലും ഈ ലെവൽസ് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടേതായ കൺസെപ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. കാരണം ഇവിടെ ഉറപ്പായിട്ടും നല്ല രീതിയിലുള്ള പുട്ട് ഓപ്ഷൻ സെല് ചെയ്തിട്ടുണ്ടാവും ആൾക്കാർ. പുട്ട് ഓപ്ഷൻ സെല് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ എത്തുമ്പോൾ മാർക്കറ്റിനെ സപ്പോർട്ട് എടുത്തിട്ട് മുകളിലേക്ക് കൊണ്ടുപോകാനുള്ള ശക്തി ആ ഹെഡ്ജ് ചെയ്യുന്ന ആൾക്കാർക്ക് ഉണ്ടാവും. അത്രത്തോളം ലോഡ് സൈസ് ആയിരിക്കും അവർ പൊസിഷൻ ഹെഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് വഴി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ മാർക്കറ്റ് ക്ലോസിംഗ് ആണ്. ഞാനിപ്പോൾ ഈവനിങ് 12:30 ഈ വീഡിയോ ചെയ്യുന്നത്. 7800 നിങ്ങൾക്ക് നോക്കി 7800 3331K കോൾ ഓപ്ഷൻ സെല്ലറാണ് അവിടെ ആക്റ്റീവ് ആയിട്ടുള്ളത്. അതേപോലെ ലോങ് കോൾസും നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ 327K ഉണ്ട്. എപ്പോഴും ഓപ്ഷൻ സെല്ലിങ്ങിനായിരിക്കും ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ അതായിരിക്കും മെയിൻ ആയിട്ട് ഇത് റെസിസ്റ്റൻസ് ആയിട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കാറ്. ഇനി ഇത് എപ്പോഴും ഡാറ്റകൾ എപ്പോഴും ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആ ഷിഫ്റ്റ് ചെയ്യുന്നത് മനസ്സിലാക്കാനും നമുക്ക് ഇവിടെ ഓരോ ഓപ്ഷൻസും കാര്യങ്ങളും നെറ്റ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ ഓപ്ഷൻസിനും അത് ഒഴിവാവുന്നതും പുതുതായിട്ട് ആഡ് ചെയ്യുന്നതൊക്കെ മനസ്സിലാക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ പരമാവധി നിങ്ങൾ ചൂസ് ചെയ്യുക. ഇപ്പോൾ കിട്ടുന്ന അവസരം എങ്ങനെയുണ്ട് എന്നൊരു ഇത്രയും വില കൂടിയ ഒരു സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് തന്നെ അത് എങ്ങനെ ചൂസ് ചെയ്യണം, അല്ലെങ്കിൽ അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിന്റെ ആ ഒരു സീരിയസ്നെസ്സിൽ ഈ ഒരു ഇതിനെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതിനെ നിങ്ങളുടെ ട്രേഡിംഗ് സെറ്റപ്പിലേക്ക് ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇവിടെ നോക്കി അറിയാം, ഇപ്പോൾ നിലവിൽ 7800 എന്ന് പറയുന്നത് ഒരു റെസിസ്റ്റൻസ് ആയിട്ടാണ് മാർക്കറ്റ് നിലവിൽ ഓപ്പണിംഗ് ഒക്കെ ആവുന്നുള്ളൂ. ന്യൂയോർക്ക് സമയമൊക്കെ ആകുമ്പോൾ ഈ ഡാറ്റയ്ക്ക് മാറ്റങ്ങൾ വരാം. അപ്പോൾ ഇന്നലെയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ ട്രേഡ് ചെയ്തൊക്കെ ഇതേപോലുള്ള ലെവൽസിലെ റെസിസ്റ്റൻസ് ഒക്കെ ഉപയോഗിച്ചും സപ്പോർട്ടൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ട്രേഡ് എടുക്കാറ്. അതിനൊപ്പം തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് വെച്ചാൽ ഓർഡർ ഫ്ലോ ഇത് വന്നത് ഡെൽറ്റ ഡൈവർജൻസ്, ബുക്ക് മാപ്പിൽ അബ്സോർഷൻസ്, പല കാര്യങ്ങളും യൂസ് ചെയ്തിട്ടാണ് അതിന്. ഒരിക്കലും ഡാറ്റ ബ്ലൈൻഡിൽ ഇത് ചെയ്യരുത്. ഇവർ പൊസിഷൻസ് ഇടയ്ക്ക് മാറാനുമുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഒരു രീതിയിൽ എടുക്കാം. നമുക്ക് അതുകൊണ്ട് ഇന്നത്തെ ലെവൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇവിടെ ഈ ഒരു ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ വീണ്ടും നമ്മൾ ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരൊറ്റ ഇത് കോപ്പി ചെയ്താൽ നമുക്ക് SPX-ഉം QQQ അഥവാ നാസ്ഡാക്കിന്റെ നമുക്ക് ഇവിടെ തന്നെ ഓട്ടോമാറ്റിക് തന്നെ ആഡ് ചെയ്ത് വരും. ഇനി അത് നമുക്ക് ഈവനിങ് ആകുമ്പോൾ ഒന്നുകൂടി അപ്ഡേറ്റ് ചെയ്യേണ്ട വരും. കാരണം ഇതിപ്പോൾ പഴയ ഡാറ്റ വെച്ചിട്ടുള്ള ഇതായിരിക്കും വന്നേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഡാറ്റയുടെ ഇത് കിട്ടാനായിട്ട് കുറച്ചുകൂടി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഒരു 5:30-6 മണിയൊക്കെ ആകുമ്പോഴേക്കും കുറച്ച് പുതിയ അപ്ഡേഷൻ ആ ഒരു സൈറ്റിൽ വരുന്നത്. അപ്പോൾ സ്പോട്ട് ഗാമയിൽ നമ്മൾ കോപ്പി ചെയ്യുന്നു, ഇവിടെ നമ്മൾ ആഡ് ചെയ്യുന്നു. ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് ഇൻഡിക്കേറ്റർ സെർച്ച് ചെയ്താൽ ഡയറക്റ്റ് സെർച്ച് ചെയ്താൽ കിട്ടാൻ സാധ്യതയില്ല. ഇനി എന്തെങ്കിലും കാരണവശാൽ കിട്ടുന്നില്ല, ഇനി നിങ്ങൾക്ക് ആക്സസ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ SPX ഈ ലെവൽ നമ്മൾ അവിടെ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അത് നിങ്ങൾ പോയിട്ട് ഇവിടേക്ക് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ നമ്മുടെ സ്റ്റുഡൻസിന്, പുതുതായിട്ട് പഠിക്കാവുന്ന സ്റ്റുഡൻസിന് ഈ ഒരു സോഫ്റ്റ്വെയർ നിലവിൽ ആക്സസ് നമ്മൾ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് കുറച്ച് ദിവസത്തേക്ക് ഒന്ന് ട്രയൽ ഒന്ന് പരീക്ഷിച്ച് നോക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം.